സോഷ്യൽ മീഡിയ വാർത്തയിലേക്ക് സ്വാഗതം. പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ട UDF കൺവീനർ അടൂർ പ്രകാശ് പാണക്കാട് സയ്യിദ് സാദിഖലി ശിഹാബ് തങ്ങളുടെ വസതിയിലെത്തി കൂടിക്കാഴ്ച നടത്തി. സാദിഖലി ശിഹാബ് തങ്ങളും PK കുഞ്ഞാലിക്കുട്ടിയും ചേർന്ന് അദ്ദേഹത്തെ സ്വീകരിച്ചു. നേരത്തെ ഒരുമിച്ച് പ്രവർത്തിച്ച നേതാക്കളായതിനാൽ മുന്നണിയെ നയിക്കുന്നതിൽ യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാകില്ലെന്ന് അടൂർ പ്രകാശ് കൂടിക്കാഴ്ചയ്ക്ക് ശേഷം പറഞ്ഞു. തങ്ങളുമായും കുഞ്ഞാലിക്കുട്ടി സാഹിബുമായും തനിക്ക് ആത്മബന്ധമാണുള്ളതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. UDFനെ അധികാരത്തിൽ തിരിച്ചെത്തിക്കുക എന്ന ഭാരിച്ച ഉത്തരവാദിത്തമാണ് അടൂർ പ്രകാശിനുള്ളതെന്നും അതിന് മുസ്ലിം ലീഗിന്റെ എല്ലാ പിന്തുണയും ഉണ്ടാകുമെന്നും പാണക്കാട് സയ്യിദ് സാദിഖലി ശിഹാബ് തങ്ങൾ ഉറപ്പു നൽകി. പാണക്കാട് തങ്ങൾ ഉൾപ്പെടെയുള്ള അതുപോലെ ബഹുമാന്യരായ കുഞ്ഞാലിക്കുട്ടി, മറ്റ് MLA പലരുമുണ്ട് എന്നോടൊപ്പം നിയമസഭയിലുണ്ടായിരുന്ന ആളുകളാണ്. എല്ലാവരെയും ഒത്തുചേർന്ന് ഇവിടെ വെച്ച് കാണാൻ കഴിഞ്ഞതിലുള്ള ഏറ്റവും വലിയ സന്തോഷം ഞാൻ അറിയിക്കുകയാണ്. UDFൻ്റെ കൺവീനർ എന്നുള്ള നിലയിൽ ചുമതല ഏറ്റെടുത്തതിന് ശേഷം ഇന്നലെ കോഴിക്കോടും ഇന്ന് മലപ്പുറത്തും എത്തിച്ചേരാൻ കഴിഞ്ഞു. ഇന്നലെ കോഴിക്കോട് വന്ന് അവിടെയും ഉള്ള കാര്യങ്ങൾ പലരെയും കാണാൻ കഴിഞ്ഞു, പലരുമായിട്ട് ആശയവിനിമയം നടത്താൻ കഴിഞ്ഞു. തുടർന്നുള്ള നാളുകളിലും എല്ലാവരുമായി സഹകരിച്ചുകൊണ്ട് മുമ്പോട്ട് പോകാനുള്ള അവസരം ഒരുക്കിയെടുക്കും എന്ന കാര്യത്തിൽ ഒരു തർക്കവും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒന്നുമില്ല. എന്ന് വെച്ചാൽ ഞങ്ങൾ എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് പ്രവർത്തിച്ചിരുന്നവരാണ്. അതുകൊണ്ട് മാനസികമായിട്ടുള്ള ഒരു വലിയ ഐക്യവും സന്തോഷവും ഇക്കാര്യത്തിൽ ഉണ്ട് എന്നുകൂടി ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. കൺവീനറായി തിരഞ്ഞെടുക്കപ്പെട്ടതിന് ശേഷം ഇവിടെ വന്നതാണ്. സന്തോഷമുണ്ട്. അവരെല്ലാവരും വരാൻ വേണ്ടി കാത്തിരിക്കുന്നതിനിടയ്ക്കാണ് ഇപ്പോൾ അദ്ദേഹത്തെ കോഴിക്കോട്ട് വന്നപ്പോൾ ഇവിടെ വന്നു. വലിയ ഭാരിച്ച ഉത്തരവാദിത്തമാണ് അദ്ദേഹത്തിന് അർപ്പിതമായിട്ടുള്ളത് നമുക്കറിയാം. പക്ഷേ അതെല്ലാം നമുക്ക് ഒറ്റക്കെട്ടായി യോജിച്ചുകൊണ്ട് ഇപ്പോൾ UDFന് ഇനി അടുത്ത തിരഞ്ഞെടുപ്പിൽ അധികാരത്തിൽ തിരിച്ചു കൊണ്ടുവരിക എന്നുള്ള ആ ഭാരിച്ച ഉത്തരവാദിത്വം അദ്ദേഹത്തിനുണ്ട്. അദ്ദേഹം ഒറ്റക്കല്ല, നമ്മളെല്ലാവരും അദ്ദേഹത്തിൻ്റെ കൂടെയുണ്ട്. കോൺഗ്രസുണ്ട്, മുസ്ലിം ലീഗുണ്ട്, മറ്റ് ഘടകകക്ഷികളെല്ലാവരും ആ ഒരു ലക്ഷ്യബോധത്തോടെ തന്നെ പ്രവർത്തിക്കുന്നുണ്ട്. ഇദ്ദേഹം പറഞ്ഞ പോലെ പരിചയസമ്പത്തും അതുപോലെ തന്നെ ഭരണരംഗത്തൊക്കെ മികവും കാഴ്ചവെച്ചിട്ടുള്ളൊരു വ്യക്തിത്വമാണ്. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ UDFനെ നല്ല നിലയ്ക്ക് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ആ കഴിവുണ്ട്. അദ്ദേഹത്തോടൊപ്പം നമുക്ക് ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകാം എന്ന് പറയും. ന്യൂസ് ഡെസ്ക് സോഷ്യൽ മീഡിയ ചാനൽ.